ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാനും അമ്മയും കൂടിയും ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് പോകാൻ കേട്ടോ. ഒരു ബർത്ത്ഡേ ഫംഗ്ഷനല്ല, 2 പേരുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഒന്ന് ഒരുമിച്ച് നടത്തുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ട്രെയിനിനാണ് പോകുന്നത്. 11:15 ആയപ്പോൾ നമ്മൾ ട്രെയിൻ കയറിയിട്ടുണ്ടായിരുന്നു. 11:30 ആകുമ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ നെക്സ്റ്റ് സ്റ്റോപ്പാണ് കേട്ടോ നിലമ്പൂർ. അവിടെയാണ് കേട്ടോ ഫംഗ്ഷൻ. നമ്മൾ എത്തിയപ്പോഴേക്കും ഏകദേശം എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ കുറച്ച് ബിഗ് ഫാമിലിയാണ് കേട്ടോ. പക്ഷേ എല്ലാവരും ഒന്നും ഇവിടെ ഇല്ല. അമ്മുചേച്ചി ഉൾപ്പെടെ കുറേ പേര് പുറത്താണ്. വെള്ളത്തിൽ ഏകദേശം എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഇല്ലും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കേക്ക് കട്ടിങ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഫുൾ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ്റെ ഏറ്റവും മൂത്ത ചേട്ടൻ്റെ 70ാമത്തെ പിറന്നാളും വലിയച്ഛൻ്റെ തന്നെ മകൻ്റെ രണ്ടാമത്തെ കുട്ടിയുടെ, അതായത് എൻ്റെ കസിൻ ബ്രദറിൻ്റെ രണ്ടാമത്തെ കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേയും കൂടെയാണ് ഒരുമിച്ച് നടത്തുന്നത്. അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും കുറച്ച് നേരം കൂടെയൊക്കെ സംസാരിച്ചൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ട്. അപ്പോൾ ഇന്ന് ബിരിയാണി, പിന്നെ കടായി, അതേപോലെ തന്നെ ഐസ്ക്രീം ഒക്കെ ആയിരുന്നു കേട്ടോ കഴിക്കാൻ. കുറച്ച് നേരം കൂടി സംസാരിച്ച് ഞാൻ നേരെ ഇറങ്ങിട്ടോ. കാരണം പിറ്റേ ദിവസം ക്ലാസ്സിലുള്ളതുകൊണ്ട് തന്നെ കോഴിക്കോട് എത്തണമല്ലോ. അങ്ങനെ രേഷ്യായിട്ട് എന്നെ സ്റ്റാൻഡിൽ കൊണ്ടാക്കി നമ്മൾ നേരിട്ടുള്ള ബസ്സിന് പോയിട്ട് ഏകദേശം ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ വീട്ടിലെത്തിയിട്ടോ. ആകെ ക്ഷീണിച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഡ്രസ്സിന് എനിക്ക് കുറേ കോംപ്ലിമെൻറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് അച്ഛൻ്റെ വക ഓണത്തിന് വാങ്ങിത്തന്നായിരുന്നു. ഞാൻ ഇതുവരെ ഇട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഗെറ്റ് റെഡി വിത്ത് മീ പോലും എടുക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ അമ്മ മൂകാംബികയിൽ എനിക്ക് കമ്മലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല ക്യൂട്ട് കമ്മലൊക്കെ ആയിരുന്നു. അങ്ങനെ ഇന്നത്തെ പ്രോഗ്രാമും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.